റോട്ടിൽ നോക്കി നടന്നോടാ. യു ആർ ഇൻ റോങ് സ്പീഡ്. എന്തു പറ്റി? ഒന്നുമില്ല. ആ പയ്യൻ ചത്തുപോയനെ. വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ആബ്സെന്റ് മൈൻഡഡ് ആവരുത്. വെയിറ്റ്. മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. Come on, I'll try. പേടിക്കണ്ട, എന്റെ മനസ്സ് മറ്റങ്ങും പോയി. എന്തിനാ ഇവിടെ നിർത്തിയത്? വഴി തെറ്റിയെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്താ? പക്ഷേ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്താ വണ്ടി നിർത്തിയത്? റേഡിയേറ്റർ വെള്ളം കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു വേണം. ബക്കറ്റ് ഉണ്ട്, ഞാൻ എടുത്തേരാം. അവിടെയുണ്ട് വെള്ളം. It's a very good color photograph. നന്നായിട്ടുണ്ടോ? ഞാനെടുത്തതാ. മനോഹരമായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാ. കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണമെങ്കിൽ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. Sure. ആ പാലസിന്റെ പിന്നിൽ ഒരുപാട് രസകരമായ കഥകളുണ്ട്. ശരി, പോ. ഈ കൊട്ടാരത്തിന്റെ സൗന്ദര്യം മുഴുവൻ അതിന്റെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നോക്കൂ, കാലം ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന ആ പഴയ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ. യൗവനത്തിന്റെ തിളയ്ക്കുന്ന ലഹരിയിൽ, നഗ്നതയിൽ പൊതിയുന്ന കുളിരിൽ മതിച്ചുല്ലസിക്കുന്ന കുമാരിമാരെ നോക്കി പലപ്പോഴും ഈ ഓളങ്ങൾ കോരിത്തെരിച്ചിട്ടുണ്ടാവും. ഈ ചന്ദനപ്പടവുകൾ മാടി വിളിക്കുന്നത് കാൽച്ചിലമ്പുകളനക്കി കൈവളകൾ കിലുക്കി പാടി നടന്നിരുന്ന ഒരു രാജകുമാരിയുടെ ലോകത്തേക്കാണ്. കാതോർത്ത് നോക്കൂ, ഈ ഇടനാഴികളിൽ, ഈ അകത്തളങ്ങളിൽ അവരുടെ ചുവടുകളുടെ താളം കേൾക്കാം. പ്രായം ഇക്കിളിപ്പെടുത്തിയപ്പോൾ അകതാരിൽ അവൾ അറിയാതെ പ്രേമത്തിന്റെ പൂമുട്ടുകൾ വിടർന്നു. നിങ്ങൾ എന്തിനാ ഇത്ര സെന്റിമെന്റിലാവുന്നേ? ഏതായാലും ചെവി ചവിട്ടി, ഇനി തെറിപ്പിക്കാതെ.
പോവാ. വരുന്നേ പ്ലീസ്. Come on. ഊണ് വിളമ്പേച്ചിരിക്കും. എനിക്കിന്നെന്താ ഊണ് വേണ്ട. എന്ത് പറ്റി? ഒന്നുമില്ല. ഒന്നും കഴിക്കാതെ എങ്ങനെ? ഒരു ഗ്ലാസ് ജ്യൂസെങ്കിലും കുടിക്കും. എന്താളിയാ ഇരട്ടത്തരും താമസിയാണോ? നല്ല വാർത്ത. നീ ലൈറ്റ് ഓഫ് ചെയ്യും. ചുമ്മാ ഇരട്ടത്തിരിക്കാന്ന് പറഞ്ഞാ എന്ത് ബോർ ഏർപ്പാടാ. നീ ലൈറ്റ് അണക്കിടാത്തേ. ഒറ്റയ്ക്കിരുന്ന് ശരിക്കും കഴിച്ചല്ലോ. നീ ഫിറ്റാ? ബാലു, നിനക്ക് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ നീ ഒരു മാതിരി? ദാസേ, ഞാനൊന്ന് കമ്പനിക്ക് പറ്റിയ മൂഡിലല്ല. എനിക്ക് കുറച്ചൊരു ഒറ്റയ്ക്കിരിക്കണം പ്ലീസ്. സോറി. ഗുഡ് നൈറ്റ്. എത്ര നാളായാലും ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെയാ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ? എത്ര മിനിറ്റ് എടുത്തു? 4 മിനിറ്റ്. 4 മിനിറ്റോ? ഇത് ഓവർ ഡെവലപ്പ് ചെയ്ത് നാശമാക്കിയിരിക്കുകയാണ്. ഇയാള് പോയോ? പോയി സാർ. ഫെറോസൈനോട് അയക്കാൻ ഫോൺ ചെയ്തോ? ഇല്ല. പോയി ചെയ്യേ. ശരി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെല്ലാരും നോക്കിയിരിക്കാൻ എനിക്ക് ആയെന്ന് വരില്ല. നിങ്ങൾക്ക് കുറച്ച് ചുമതലാബോധം വേണം. എന്നെ പറഞ്ഞ ചീത്തയാക്കരുത്. പോ. എന്താണോ കാലത്തെ ചൂടാകുന്നത്? എങ്ങനെയാ ദേഷ്യം പിടിക്കാതിരിക്കുക? ഒരെണ്ണത്തിനില്ല ഉത്തരവാദിത്വം. എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ പോണം. പോട്ടെ, കിട്ടുക. നിനക്ക് എങ്ങനെ പറയാം? ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവും. അവിടെ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ആരാ? രേഖയാ. ഹലോ. ഇല്ലല്ലോ, പുറത്തു പോയിരിക്ക. ഞാൻ കൃഷ്ണനുണ്ണിയാ. ഓക്കെ, വന്നാ വിളിക്കാൻ പറയാം. ബാലു, നീ ഒരു നല്ല ക്ലാസ്മാനാണ്, വിവരമുള്ളവനാണ്, അന്തസ്സുള്ളവനാണ് എന്നൊക്കെ എന്റെ വിശ്വാസം. ഒരുപക്ഷെ നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരിക്കാം. നിന്റെ ഫിലോസഫിക്ക് ഇതൊക്കെ ചേരുന്നതായിരിക്കാം. പക്ഷെ നശിക്കുന്നത് സെന്റിമെന്റിലെ ഒരു കുടുംബമാണ്. എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട. എന്റെ ക്വാളിറ്റിയും ദൗർബല്യവും എല്ലാം ചേർന്നതാണ് എന്റെ ഇൻഡിവിജ്വാലിറ്റി. ഞാൻ ആരെയും വലയിട്ട് പിടിച്ചിട്ടില്ല. ഒരു കുടുംബവും തകർക്കാനും ശ്രമിച്ചിട്ടില്ല. പിന്നെ വീണ് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താറില്ല. അത്രേ ഉള്ളൂ. തെറ്റിദ്ധരിക്കരുത്.
സ്ത്രീകളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഉള്ള നിന്റെ ധാരണകൾ നിന്നെ തന്നെ അപകടത്തിലാക്കും. അന്ന് എല്ലാം അറിഞ്ഞിരുന്നിട്ടും നിന്റെ സുഹൃത്തായ ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. വല്ലപ്പോഴും സൗകര്യമുണ്ടെങ്കിൽ ഈ ഉണ്ണി ഓർക്കാൻ ശ്രമിക്കുക. ഒരു സിഗരറ്റ് എടുത്തിട്ടുണ്ട്.